ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉഷസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 3 കുക്കിംഗ് ടിപ്സ് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. എനിക്കിത് മറ്റുള്ളവരിൽ നിന്നും പകർന്നു കിട്ടിയിട്ടുള്ള അറിവാണ്. അതുകൊണ്ട് അറിയാത്തവർക്കായി ഞാൻ ഈ അറിവ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുകയാണ്. ആദ്യമായി നമുക്ക് കേക്ക് ഫ്ലോർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി കൃത്യം 1 കപ്പ് മൈദ എടുക്കുക. ഇതിൽ നിന്നും കൃത്യം 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തു മാറ്റണം. അളവുകൾ വളരെ കൃത്യമായിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് ഇതിൽ കിട്ടുകയുള്ളൂ. സാധാരണയായി കൂടുതൽ ആളുകളും കേക്ക് ഉണ്ടാക്കാൻ മൈദയാണ് യൂസ് ചെയ്യുന്നത്. മൈദയ്ക്ക് പകരം കേക്ക് ഫ്ലോർ യൂസ് ചെയ്താൽ ഏറ്റവും നല്ല സോഫ്റ്റ് കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ രീതിയിൽ കേക്ക് ഫ്ലോർ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കിയെടുക്കാം. 2 ടേബിൾ സ്പൂൺ മൈദ ഇപ്പോൾ ഇതിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ അളവിൽ, അതായത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോറിൻ്റെ അളവ് വളരെ കൃത്യമായിരിക്കണം. ഇനി ഈ പൊടികൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു വിസ്ക് ഉപയോഗിച്ച് തന്നെ ഇത് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം ഒരു അരിപ്പയിലിട്ട് 5 മുതൽ 6 തവണ വരെ ഇത് നമുക്ക് അരിച്ചെടുക്കാം. വീഡിയോയുടെ സമയം ചുരുക്കാൻ വേണ്ടി ഞാനിവിടെ 1 തവണ മാത്രമേ അരിക്കുന്നത് കാണിക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങളത് ഒരു 6 തവണയെങ്കിലും അത് അരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന സോഫ്റ്റ്നെസ് കേക്കിന് കിട്ടുകയുള്ളൂ. ഇപ്പോൾ കേക്ക് ഫ്ലോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. കടലക്കറിക്ക് തിക്നെസ് കൂട്ടാനുള്ള ടിപ്പാണിത്. കടല വേവിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരു വലിയ സവാളയും കൂടി ചേർത്ത് വേവിക്കുക. വെന്തതിന് ശേഷം ഇതിൽ നിന്നും കുറച്ച് സവാളയും കടലയും എടുത്ത് ഒരു മിക്സർ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതിലേക്ക് അരയാൻ വേണ്ടി മാത്രം ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഹോട്ടലുകാർ ഉപയോഗിക്കുന്ന ഒരു ടിപ്പാണിത്. തേങ്ങ വറുത്തരക്കാതെയും പാല് പിഴിയാതെയും തന്നെ കടലക്കറി നല്ല തിക്കായി കിട്ടും. ഈ രീതിയിൽ കടലക്കറി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായി അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കടലക്കറിയിലേക്ക് ചേർത്ത് കുറുകുന്നത് വരെ തിളപ്പിച്ചു കൊടുക്കാം. നമ്മുടെ തിക്കായിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കടക്കാം. തേങ്ങാപ്പാൽ ഉപയോഗിച്ച് കറി വെക്കുമ്പോൾ പിരിഞ്ഞു പോകുന്നുവെന്ന് പലരുടെയും പരാതിയാണ്. ഇത് അതിനുള്ളൊരു ടിപ്പാണ് ഇനി പറയുന്നത്. ഞാനിവിടെ ഒരു വെള്ളരിക്ക കറിയാണ് റെഡിയാക്കുന്നത്. ഇതിലേക്ക് 1-ാം പാലും 2-ാം പാലും 3-ാം പാലും ഒരുമിച്ചാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് ചേർക്കുന്നത്. പാലൊഴിച്ചതിന് ശേഷം തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ചും കൂടി വലിയ ചട്ടിയാണെങ്കിൽ അധികം നമുക്ക് ഇളക്കി കൊടുക്കേണ്ടി വരുന്ന ആവശ്യമില്ല. പാല് നന്നായി തിളച്ച് വരുമ്പോൾ ഒരു കാരണവശാലും സ്റ്റൗവിൻ്റെ ഫ്ലെയിം കുറക്കാൻ ശ്രമിക്കരുത്. ചെറിയ ചട്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എല്ലാം കൂടി തിളച്ച് പുറത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. തിളച്ച് ചെറുതായി എണ്ണയെല്ലാം തെളിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്കിത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. അല്പസമയം ലോ ഫ്ലെയിമിലും കൂടി ഇട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. ലോ ഫ്ലെയിമിലിടുമ്പോൾ എണ്ണയെല്ലാം ഒന്നും കൂടി നന്നായി തെളിഞ്ഞു വരും. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ താളിച്ചും കൂടി ഇടുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ ഈ 3 ടിപ്സും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കേക്ക് ഫ്ലോർ ഉപയോഗിച്ചുള്ള കേക്കിൻ്റെ റെസിപ്പി എത്രയും പെട്ടെന്ന് ഞാൻ ഇടാം. എല്ലാവരും അത് കാണണം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. ഹാവ് എ നൈസ് ഡേ.